ഈ സവോള അരിയുന്ന മാത്രം എനിക്കറി വീടിക്കകത്ത് കാണത്തുള്ളൂ തോന്നുന്നു. നല്ലൊരു കരിഞ്ഞ് അഞ്ചു കരയിപ്പിച്ചു ഗൈസ്, കരയിപ്പിച്ചു. എന്താ ഗൈസ് ബ്ലസ്സി ഉണ്ടാക്കിയ ചിക്കൻ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ലോഗ് വേറൊന്നുമല്ല, നമ്മുടെ ക്രിസ്മസ് പരിപാടിയാണ്. പുറകിൽ ഒരാൾ പാത്രം കഴുകിയിട്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫുഡ് അടിക്കലാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ കപ്പ. ചിക്കൻ കപ്പ വെറൈറ്റി റെസിപ്പിയാണ്. അത് നമ്മുടെ മരിയയുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വിശേഷം. സോ ഗെറ്റ് ഇൻ ടു ദി വീഡിയോ ഗൈസ്. അപ്പോൾ ആദ്യം ഞാൻ സവോളയിലാണ് തുടങ്ങുന്നത്. 5 പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു, അല്ല അരി കഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തിനുള്ളതായിരുന്നു? നെയ്ച്ചോറിന്. നെയ്ച്ചോറിനുള്ള അരി കഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സവോളയിൽ തുടങ്ങി. എനിക്ക് സവോള ഇങ്ങനെ പൊളിക്കാൻ അറിയാമെന്ന് എല്ലാവർക്കും ഒന്ന് അറിയാമല്ലോ, അല്ല അറിയിക്കണമല്ലോ. വീട്ടിൽ ഞാൻ പണിയൊക്കെ എടുക്കും, നിനക്കറിയാവോ? ഇല്ല എൻ്റെ അമ്മ പറയുന്നത് ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാണെന്നാ പറയുന്നത്. കേട്ടാറില്ല. പക്ഷെ എനിക്ക് എല്ലാം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കത്തില്ല. അയ്യോ 100 വയസ്സത് വീഡിയോ കോൾ ചെയ്ത് വീട്ടിൽ നിന്ന്. സോ ഗൈസ്, ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കടിക്കാം. ശബിളി ബാക്കി എടുക്കാം. ഒത്തിരി ഉള്ളി വേണ്ടല്ലോ. ഗൈസ്, എനിക്ക് കുക്കിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇവരാണ് കുക്ക് ചെയ്ത്. എനിക്ക് ടിഷ്യൂ പേപ്പർ വരുമോ? ഞാൻ ബ്ലോഗിങ്ങാ. എവിടാന്ന് പറഞ്ഞാൽ നീ എടുത്തോളാം. ഗൈസ്, ദീസ് സബോളാസ് ആർ വെരി സ്ട്രോങ്. എൻ്റെ അമ്മ എന്നെ കണ്ണിലടി നോക്ക്. കുഴപ്പമില്ല ഗൈസ്. നോക്കാം. ഏതോ ഒരു ഫേമസ് കാര്യം പറഞ്ഞാൽ ഉള്ളി മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ വലിയ ചിക്കനാണ് കേട്ടോ. ആണോ? ലാഭമായിരുന്നു ചേച്ചി, ലാഭമായിരുന്നു. ഞാൻ ആദ്യം നഷ്ടമെന്ന് വിചാരിച്ചു. പക്ഷെ 5 കിലോ ചിക്കന് 17 €. ലാഭം നോക്കിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. 5 ദി പ്രോ മാർക്കറ്റ് ബ്രോ. ചന്തയാണ് 5. അമ്മയുടെ കൂടെ ചന്തയിൽ പോയി ആകെ പഠിച്ച ഒരേ ഒരു കാര്യം എങ്ങനെ വിലപേശി സാധനം വാങ്ങാമെന്നാണ്. അത് ജർമ്മനിയിലെ എൻ്റെ ഈ ലൈഫിനെ വളരെയധികം ഈസാക്കിയിട്ടുണ്ട്. താങ്ക്സ് മമ്മ. ഓക്കെ, അപ്പം നന്ദി പറച്ചിന് ശേഷം നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഈ സവോള അരിയുന്ന മാത്രം എനിക്കറിയാം വീടിക്കകത്ത് കാണത്തുള്ളൂ തോന്നുന്നു. ഓക്കെ, സാരമില്ല, നമുക്ക് ബാക്കി കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ കൊല്ലം കണ്ടറിയാം നല്ലതായിട്ട് കരിഞ്ഞ് എന്നെ 5 കരയിപ്പിച്ചു ഗൈസ്, കരയിപ്പിച്ചു. അപ്പോൾ ഉള്ളിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഉള്ളി വറക്കാൻ പോവാണ്. ഇടയ്ക്ക് എൻ്റെ പുട്ടിയെല്ലാം ഞാൻ കൊണ്ട് കഴുകി കളഞ്ഞു. ബിക്കോസ് കണ്ണെല്ലാം കരഞ്ഞിട്ട് കണ്ണുനീര് വന്നിട്ട് മൊത്തം കറുപ്പായി, മുഖം മൊത്തം കറുത്തു ഞാൻ. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഉള്ളി വറക്കാൻ പോവാണ് ഗൈസ്. അപ്പം എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ അരിഞ്ഞ സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ അരിഞ്ഞ ഉള്ളി. ഇത് കട്ടി കുറഞ്ഞരിഞ്ഞത്, ഇത് കട്ടി കൂടി അരിഞ്ഞത്. സോ നമ്മളിതെല്ലാം കൂടി ഇപ്പം നമ്മൾ ഇതിനകത്തോട്ടിടും. ഉള്ളി വറക്കുന്ന ശബ്ദം കേട്ടോ? ഗൈസ്, ഞങ്ങൾ ഉള്ളിയുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് കഥ പറയാൻ പോയി. എണ്ണ ഭയങ്കരമായിട്ടൊക്കെ ചൂടായി. ഇത്ര ചൂടാവല്ലെന്ന് പറയണം. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചേ, ചൂടാവരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടണം. ഓക്കെ, ഇതാണ് നമ്മൾ വറക്കുന്ന ഉള്ളി. ഇനി വറുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, അഞ്ജലിയുടെ ഒരു പുതിയ ടിപ്പാണ്. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഷുഗർ പൗഡർ അല്ലേ,
ഓക്കെ, അത് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പായിട്ടും അതുപോലെ തന്നെ കാരമലൈസ് ചെയ്തതിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ശരിയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് 5 എടുത്ത് പാത്ത് വെച്ചു. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത്രയും പണിയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അപ്പം നമ്മൾ വിശന്നപ്പോൾ നമ്മൾ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കഴിക്കാൻ പോവാ? താമസം എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ പിസ്സ കഴിക്കാൻ പോവാണ് ഗൈസ്. സോ ഗൈസ്, ഒരാളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഇടയ്ക്ക് വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്ന് ഇവള് വന്നപ്പോഴും എനിക്ക് ഫസ്റ്റ് എന്താ പറയുക, കണ്ടപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഉണ്ട് ബ്ലസ്സി, അവള് അരി ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാമറയ്ക്കകത്ത് കൊണ്ടുവരാം കേട്ടോ. പക്ഷെ എൻ്റെ കണക്ക് കറുത്തിരിക്കുന്നു. നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ നെയ്ച്ചോറുണ്ടാക്കാൻ പണ്ടേ അറിയാത്തതുകൊണ്ട് ഇവനാണ്. എനിക്ക് പക്ഷെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇന്ന് ഉണ്ടാക്കുന്നില്ല. വെറുതെ എന്തിനാ കുളമാക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കപ്പയുണ്ട്. അതാണ് ബ്ലെസ്സി. ഓക്കെ ഗൈസ്, നമുക്കുള്ള ചിക്കനുള്ള സാധനങ്ങൾ റെഡി. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് കപ്പയുടെ കൂടെ മിക്സ് ചെയ്യണം. ഇതെന്താ ഫോക്കസ് പറയാം. ചിക്കൻ കറിയുടെ ചാറെടുത്ത് സൂപ്പ് ഉണ്ടാക്കിയ ബ്ലെസ്സി. നേരത്തേക്കാളും ബെറ്റർ ആയി ഗൈസ്. ചിക്കൻ കറിക്കകത്ത് സ്റ്റോക്ക് ഇടത്തില്ലല്ലോ. അറിയില്ല ഗൈസ്, എന്താണേലും ഫ്ലോപ്പ് ആയി ഗൈസ്. ബ്ലെസ്സി ഉണ്ടാക്കിയ ചിക്കൻ കറി ഫ്ലോപ്പ് ആയി. ബ്ലെസ്സി ഉണ്ടാക്കിയ ചിക്കൻ കറി ഫ്ലോപ്പ് ആയി ഗൈസ്. ഇപ്പൊ ചിക്കൻ കറിക്കകത്ത് ചാറ് മാത്രം എടുത്ത് വെച്ച് മസാല കറിയാണ് ഇന്നത്തെ. ബ്ലെസ്സിക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞു. ഇഷ്ടമായിന്ന് പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ തിന്നില്ലെങ്കിൽ നമുക്ക് അതിന് തന്നെ പ്രശ്നം ഉണ്ടാവും. അതെ 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 ഗൈസ്. അപ്പൊ നമ്മുടെ ഫുഡ് എല്ലാം റെഡിയായി. ഇനി നമ്മൾ മെരിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മെരിയ വന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് വേണ്ടി ഫുഡ് അടിക്കാൻ. അല്ല, ഒരുമിച്ച് ഫുഡ് അടിക്കാൻ. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ഇല്ലേ, ബൈ ഗൈസ്. ബൈ ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മളുടെ ഡിന്നർ, ക്രിസ്മസ് ഡിന്നർ റെഡി ആയിരിക്കുന്നു. നമുക്ക് ഡിന്നറിന്റെ ഫോട്ടോസ് അല്ലല്ലോ, എന്താ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇൻട്രോ എടുത്തപ്പോൾ ഓൺ ആക്കിയില്ല, അത്രേ ഉള്ളൂ. ഇൻട്രോ അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഓൺ ആക്കിയില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ കാര്യം ഇതാണ്, നമ്മുടെ ക്രിസ്മസ് ഡിന്നർ റെഡി ആയിരിക്കുന്നു. മെരിയ എത്തി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. അതിന് മുമ്പ് ഞാൻ എന്തൊക്കെയാണ് ടേബിളിലുള്ളതെന്ന് കാണിച്ചു തരാവേ. നെറ്റ് പോയതാ, കോഴിക്കാല്. ഹായ് കോഴിക്കാല്.